ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. കീബോർഡ്, വയലിൻ, ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 75 10 520 887. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 860 630 74 51. അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം എരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മളൊരു സിനിമാ ഗാനം തന്നെയാണ്, എങ്കിലും അതിലൊരു ഭക്തിയുടെ അംശമുണ്ട്. സായുജ്യം എന്ന സിനിമയാണ്. സായുജ്യം, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ അങ്ങനൊരു പാട്ടില്ലേ, അതൊക്കെ ആ സിനിമയിലെ പാട്ടാണ്. അപ്പം അതിലെ ഒരു ഗാനമാണിത്. ഇതിൻ്റെ സംഗീതം എന്ന് പറയുന്നത് KJ ജോയിയാണ്. ഇതിൻ്റെ വരികൾ യൂസഫ് അലി കേച്ചേരിയാണ്. ഒത്തിരി നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള കവിയായിരുന്നു യൂസഫ് അലി കേച്ചേരി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ചെറിയ ഗായാണ്, സാധാരണ ഗാന്ധാരം. കാലിത്തോഴുത്തിൽ സാപഗ സാ റിമാരിസ റിമാരിസ റിസനി, ചെറിയ നീ. സാപഗ സാ റിമാരിസ റിസനി. ഗ ഗ ഗ ഗ രി 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 സാ. സാർ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സാ പ ഗ സാ രി മാ രി രി സ നി. ഗ ഗ ഗ ഗ രി 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 സാ. ഓക്കെ. ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ മ മ. ഗ ഗ ഗ ഗ ഗ മ മ മ. മ പ പ പ പ പ പ പ ദ ദ ദ. അവിടെ ഒരു ഗമകം വരുന്നുണ്ട്. ഗ ഗ ഗ ഗ മ മ മ മ പ പ പ പ പ പ ദ ദ ദ ദ പ ദ പ ദ പ ദ പ ദ പ ഗ മ പ പ ദ പ ദ മ. നീ 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 സ സ സ. ചെറിയ നീയാണ്. നീ 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 സ സ സ ദ. അങ്ങനെ വായിക്കുന്നതാണ് നല്ലത്. നീ 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 സ സ സ ദ. വലിയ സായാണ്. കൈസിക നിഷാദ് അവിടെ വരുന്നത്. നീ 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 സ സ സ ദ. അവിടെ ഒരു ഗമം കൂടെ. നീ 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 സ സ സ ദ ദ പ ദ പ ദ മ. രി രി സ നി രി മ രി രി സ നി രി മ ഗ ഗ രി മ ഗ. മ ഗ ഗ രി ഗ സ.
ഗരി ഗരി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സ്വരം ഒന്നുകൂടെ നോക്കാം. സ പ ഗ സ സ സ രി മ രി സ രി സ നി. സ പ ഗ സ സ സ രി മ രി സ രി സ നി. ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി രി സ ഗ ഗ ഗ ഗ രി 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 സ. അത് കഴിഞ്ഞിട്ട് തം ഫിംഗർ ഗായിൽ വരണം. ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ മ മ മ മ പ പ പ പ പ പ പ ത ത ത പ ത പ ത. നീ 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 സ സ സ ദ. ദ പ ദ പ ദ പ ദ പ രി രി സ നി രി മ ഗ രി മ ഗ രി മ ഗ രി ഗ രി സ. നമുക്കിതിൻ്റെ സാഹിത്യത്തിലേക്ക് പോവാം. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന പാട്ട്, ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാട്ടാണ്. കെ ജെ ജോയിയുടെയൊക്കെ എത്രയോ നല്ല പാട്ടുകൾ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ. കെ ജെ ജോയിയുടെ അദ്ദേഹം സംഗീതമൊന്നും പഠിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്, പക്ഷേ എന്നാലും അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത്. ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ചു. അവസാനം സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം മദ്രാസിലെ കൽപ്പന ഹൗസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണിത്, ഒരു കൊട്ടാരം പോലൊരു വീട് അദ്ദേഹം വാങ്ങിയായിരുന്നു. അവിടെ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ തന്ന മ്യൂസിക് ഡയറക്ടറാണ് കെ ജെ ജോയി. എവിടെയോ കളഞ്ഞു പോയി കൗമാരം. ആ പാട്ട് കെ ജെ ജോയിയുടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഏഴാം മാളിക മേലെ ഏതോ കാമിനി പോലെ, ആ പാട്ടും കെ ജെ ജോയിയുടെയാണ്. ഒത്തിരി 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 നല്ല ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം എത്രയോ നല്ല പാട്ടുകൾ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എത്രയോ നല്ല പാട്ടുകൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ഇതിൻ്റെ ലിറിക്സ് ഞാൻ പാടാം. എന്നിട്ട് ഈ സ്വരം നന്നായി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ലിറിക്സ് പാടി പിന്നെ വായിച്ചാൽ മതി കേട്ടോ. കാലിത്തോഴുത്തിൽ പിറന്നവനേ സപഗ സ സ സ രി മ രി സ രി സ നി. കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. തമ്മിങ്കർ ഗായക വെച്ചു. കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകി കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം അക്കോർഡിയൻ വായിക്കുന്ന ഒരു അക്കോർഡിയൻ ഉപകരണം. കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ.
വാഴ്ത്തിയിടുന്നു. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം സ്വരങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഈ പാട്ട് ആവർത്തിച്ച് കേൾക്കുക. എന്നിട്ട് ഹൃദയത്തിലേക്ക് എടുത്ത് ആ സ്വരങ്ങളെ വെച്ച് അതുപോലെ നിങ്ങൾ വാഗൊണ്ട് പാടി പഠിക്കണം. എന്നിട്ട് ഈ ലിറിക്സ് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് പാടുക മനോഹരമായി നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ. നല്ലൊരു അനുഭൂതിയായിരിക്കും ഈ ഗാനം നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തൂർ സുരേഷ് തരിക.